നമസ്കാരം. ആടി പൊട്ടി മോനെ. സ്ഥാനാർത്ഥി നിർണയം തുടങ്ങി. കോൺഗ്രസിന്റെ ആചാരത്തിന് കോതമംഗലത്ത് ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചിട്ടുണ്ട്. എന്തേ വൈകി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ സാധാരണഗതിയിൽ തുടങ്ങേണ്ടതാണ്. പക്ഷേ ഇള്ളോളം വൈകിയെങ്കിലും അതിൻ്റെ ഞാൻ പറയില്ല, ഈ ആദ്യത്തെ ഒരു ഉദ്ഘാടനത്തിൻ്റെ ഒരു ചെറിയ വൈകലായിരുന്നു. കോതമംഗലത്ത് UDF-കാർ, ശ്രദ്ധിക്കുക, കോൺഗ്രസ്സുകാരല്ല, ഇത് UDF-കാർ, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗക്കാരും കോൺഗ്രസ്സുകാരും തമ്മിലുള്ള ആ സ്ഥാനാർത്ഥി നിർണയ ചർച്ച തെരുവിൽ നടന്നതൊന്ന് കണ്ടേ. ഓരോ വടിവാള് കൂടി കൊടുത്തിരുന്നെങ്കിൽ ഒരു 5-6 ശവം എടുക്കായിരുന്നു. എന്തായിരുന്നാലും ഒരു കാര്യമുണ്ട്, സ്ഥാനാർത്ഥി നിർണയത്തിനും തെരഞ്ഞെടുപ്പിനുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് മുൻകൂട്ടി അറിഞ്ഞിട്ടാണ്. ആകെ 25 ദിവസമേ ഉള്ളൂ എല്ലാം കൂടി. ഈ 25 ദിവസത്തിനകത്ത് മിക്കവാറും കോൺഗ്രസും UDF-ഉം തമ്മിൽ തല്ലി അവസാനിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണ്, ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ ഇപ്പോൾ സർക്കാരിന് എന്തായിരുന്നാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നപ്പോൾ അവർക്ക് അധികാരം നഷ്ടപ്പെട്ട സാഹചര്യമാണ്. ഇനിയുള്ളത് പ്രവർത്തിക്കാൻ കഴിയില്ല. അങ്ങനെ സർക്കാർ എന്നുള്ളത് മുഴുവനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിൽ വന്നതോടുകൂടി ഇവിടുത്തെ ഭരണത്തിൽ ഇനി ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ ജില്ലയിലും അടിയന്തരമായിട്ട് ചുമതലയുള്ള കളക്ടർമാർ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആംബുലൻസുകൾ ഇഷ്ടം പോലെ റെഡിയാക്കി ഇടുക. ആശുപത്രികളിൽ നിർബന്ധമായി ICUവിൽ ഇനി ജീവൻ പോണ കേസുകൾ മാത്രമേ ICUവിലും വെന്റിലേറ്ററിലും എടുക്കാവൂ. ലൈവായിട്ടുള്ള കുറേ കേസുകൾ കേരളത്തിലേക്ക് വരാനുള്ളതാണ്. ഈ കോതമംഗലത്ത് തന്നെ ഇത് കഴിഞ്ഞുകൊണ്ട് ഒരു 7-8 ഇപ്പോൾ ആശുപത്രി കിടപ്പുണ്ട്. പലതിനും പൊട്ടലും ചതവുമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷത്തെ മാറ്റമാണ്. സർക്കാർ ആശുപത്രികളിൽ ഫ്രീ ആയിട്ട് ഈ ചതവിനും ഒടുവിനെല്ലാം പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെന്ന് കണ്ട കോൺഗ്രസ്സുകാരെല്ലാം അന്തം വിട്ടെ, ഇത്രയും സൗജന്യമായ. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പായി, വോട്ട് എന്തായിരുന്നാലും UDF-ന് കിട്ടില്ല, അത് LDF-ന്. ഈ ആശുപത്രിയിൽ ചെന്ന് കണ്ട ഉടനെയുള്ള മാറ്റം കണ്ടിട്ട്, അതായത് ഇത്രയും കാലം സതീശൻ പറഞ്ഞ കാര്യം കേട്ടിട്ട് ആശുപത്രികളിൽ ഒന്നും ഇല്ല എന്നാണ് കരുതിയിരുന്നത്. ചെന്ന് കയറിയപ്പോഴാണ് അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങളെല്ലാം കിട്ടുകയും ചെയ്തു. അതായത് അടി പൊട്ടിയെടുത്തെല്ലാം തേക്കാനുള്ള ഓയിൻമെൻറ്റുകളുണ്ട്, കൊടുക്കാനുള്ള ടാബ്ലറ്റുകളുണ്ട്, ഒപ്പം തന്നെ ബാൻഡേജ് ഇടാനുള്ള എല്ലാ സംവിധാനവും ഉണ്ട്. സർജറി കൂടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുകൂടി ഡോക്ടർമാർ റെഡിയായി നിൽക്കണം. ഇപ്പോൾ ഈ കേസിൽ അങ്ങനത്തെ ഒരു ആവശ്യം വന്നിട്ടില്ല. എന്തായാലും കേരളത്തിലെ പോലീസുകാർ കൂടി, ക്രമസമാധാന പ്രശ്നം അതിസങ്കീർണമാകാൻ പോവുകയാണ്. ചിലപ്പോൾ വഴി കൂടി ഓടിപ്പോകുന്നത് KC വേണുഗോപാലാകാം, രാഹുൽ ഗാന്ധി ആകാം, ചിലപ്പോൾ സതീശനും. ഈ വനവാസത്തിന്റെ ഓട്ടം ഇതിന്റെ കൂട്ടത്തിൽ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കൂട്ടത്തിൽ തന്നെ ഓടി വനവാസത്തിന് പൊക്കളയാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള മൊത്തത്തിൽ ഒരു സങ്കീർണമായിട്ടുള്ള സ്റ്റേജിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 10 വർഷമായിട്ട് പുറത്തു നിൽക്കുകയാണ്. പലരും സ്ഥാനാർത്ഥിയാകാൻ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ്. കിട്ടിയില്ലേ, ആടി മസ്റ്റാണ്. ഇതിപ്പോ കേരള കോൺഗ്രസിന്റെ ഷിബു തെക്കേപ്പുറം എന്നുള്ള നേതാവും സംഘവുമാണ് കോൺഗ്രസ്സുകാരെ പോയി പഞ്ചിക്കിട്ടത്. അതായത് കോതമംഗലത്ത് ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിനാണ് കൊടുത്തിരിക്കുന്നത്. ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തത് കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ടീം UDF തെരുവിൽ കിടന്ന് എന്ത് ചെയ്യാണ്, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ അവർ പുണരുകയാണ്. ഇതിനെ സതീശന്റെ ഭാഷയിലാണെങ്കിൽ അവർ തറയിൽ കിടന്ന് പുണരുന്നതാണ്. അത് നിങ്ങൾക്ക് കണ്ടപ്പോൾ തല്ലായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നമാണ്. ആ നിലയ്ക്കുള്ള വിശദീകരണങ്ങളൊക്കെ വരാനേ ഉള്ളൂ. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തൊട്ടടുത്ത ദിവസം കോതമംഗലത്ത് തുടങ്ങിയത് ഇന്ന് KPCC ആഫീസ് വരെ പടപടപടപടാ ഇങ്ങ് എത്തിക്കോളും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കേരളത്തിലെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും ഈ ജീവൻ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പലയിടങ്ങളിലും തയ്യാറായി നിൽക്കണമെന്നൊരു അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.